അപ്പോ പുട്ടോ ചപ്പാത്തിയോ ഇഡ്ഡലിയോ ഇടിയപ്പോ പൊറോട്ടയോ എന്തും ആയിക്കോട്ടെ അതിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് മാച്ചായി പോകുന്ന ഒരു പാർട്ട്ണറിനെയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഗ്രീൻ പീസിൽ തന്നെ വേണമെന്നില്ല, കടലയിലായിക്കോട്ടെ പയറിലായിക്കോട്ടെ എന്തിലാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ വെക്കുന്ന കടലക്കറീനേക്കാളും ഒരു സ്പെഷ്യൽ ഫ്ലേവറുള്ള കറിയാണിത്. കടലയൊക്കെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് കറിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഈസിയാണ്. ആദ്യം നമ്മൾ ഗ്രീൻ പീസോ കടലയോ എന്താണോ എടുക്കുന്നത് അത് കുറച്ച് ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് ചേർക്കുക. നന്നായിട്ട് പൊടിയും കൂടി മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു വാളൻ വേവിച്ച ഗ്രീൻ പീസ് അരച്ചത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ നമ്മുടെ ബാലൻസ് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കൂടി ചേർക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ചേർത്ത് ഇത് കറിയാക്കി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള വെള്ളത്തിൽ പറ്റിച്ച് ഒരു കുറുകിയ പാകത്തിലേക്ക് എടുക്കാം കേട്ടോ. അവസാനം തിളച്ച് വന്ന് കഴിയുമ്പോൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂൺ ഗരം മസാല, വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ്, അതുകൂടി ചേർത്ത് നന്നായിട്ട് പറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് കറി അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഈ